അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. വിനീതരായ മഹല്ല് നിവാസികളെ, സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. മുഹറം മാസത്തെ സംബന്ധിച്ച് അല്ലാഹു റസൂൽ അള്ളാഹിന്റെ മാസമാണെന്ന് പറഞ്ഞു. ഫീഹി യൗമുൻ, ആ മുഹറമിൽ ഒരു ദിവസമുണ്ട്. താബല്ലാഹു ഫീ അലാ ഖൗമിൻ, പല ആളുകൾക്കും അത് അല്ലാഹു തആല തൗബ സ്വീകരിച്ചിട്ടുണ്ട്. വസയതൂബു അലാ ആഖരീന, ഇനി പല ആളുകൾക്കും അല്ലാഹു തആല ആ ദിവസത്തിൽ തൗബ സ്വീകരിക്കും. ആ ദിവസമാണ് ആശൂറാന്റെ പുണ്യമാക്കപ്പെട്ട ദിനം. ഈ വർഷം ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചയാണ്. അപ്പൊ ആശൂറാ ദിനം എന്നുള്ള പുണ്യത്തിന് പുറമെ വെള്ളിയാഴ്ച എന്ന് പറയുന്ന മഹത്തായ ദിനം കൂടെ സംഗമിക്കുന്ന വളരെ പവിത്രവും വളരെ പരിശുദ്ധവുമായ ഒരു സുദിനമാണ് അടുത്ത വെള്ളിയാഴ്ച. ഈ മഹത്തായ ദിനത്തിൽ നമ്മുടെ മഹലിലെ കടങ്ങയം മഹലിലെ SKSSFന്റെയും SOSന്റെയും പ്രവർത്തകർ പള്ളിയിൽ സുബഹി നിസ്കാര ശേഷം ഒരു നസീഹത്തും ദുആ സംഗമവും ഒക്കെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷയുള്ള ഒരു സദസ്സാണ്. നല്ല ഒരു തൗബ ചെയ്യേണ്ട ദിവസമാണ്. എല്ലാവരും നോമ്പ് അനുഷ്ഠിച്ച് നോമ്പോടുകൂടെ എല്ലാവരും പള്ളിയിൽ വന്ന് നസീഹത്തിലും സംഗമത്തിലും ദ്വാലൊക്കെ പങ്കെടുത്ത് നല്ലൊരു ദ്വാ നമുക്ക് നടത്തണം. നാട്ടിലുള്ളവർക്കും മറുനാട്ടിലുള്ളവർക്കും കഷ്ടപ്പാടുള്ളവർക്കും പ്രയാസങ്ങളുള്ളവർക്കും എല്ലാവർക്കും വേണ്ടി ഒരു ദ്വായൊക്കെ ഏറ്റവും പ്രതീക്ഷയുള്ള ആ നാടിൽ സംഘടിപ്പിക്കാനാണ് ബഹുമാനപ്പെട്ട SKSFും SOSും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പരിപാടിയുമായിട്ട് എല്ലാവരും സഹകരിക്കണം, എല്ലാവരും ഇതിൽ പങ്കാളികളാകണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. സഹോദരിമാർക്കും പ്രത്യേകമായിട്ട് മദ്രസയിൽ സൗകര്യമുണ്ട്. എല്ലാവരും ഈ സൗകര്യവും ഉപയോഗപ്പെടുത്തണം, പുണ്യം നേടണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. നമുക്ക് നോമ്പ് തുറക്കുള്ള ഇഫ്താറിനുള്ള വിഭവങ്ങൾ, ഈത്തപ്പഴമൊക്കെ അന്നവിടെ വിതരണം ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കബൂൽ ചെയ്യുകയും എല്ലാ നിലക്കും മുബാറക്കായ ഒരു സംരംഭമായി സ്വീകരിച്ച് അല്ലാഹു തആല അത് വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.